മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് പ്രൊഫസർ തെരേസ ജോസ്. കൃഷി കേരളത്തിൻ്റെ നട്ടെല്ലാണ്. കൃഷിക്കാർ ആദരണീയരാണ്. ഒരു ജനതയുടെ വിശപ്പടക്കുന്നതിനായി അവർ കഠിനാധ്വാനം ചെയ്യുന്നു. അതിൻ്റെ ഓരോ ഘട്ടവും ക്ലേശപൂർണമാണ്. മലയാള സാഹിത്യം കൃഷിക്കാരുടെ വിയർപ്പിനും കണ്ണീരിനും വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ വാഴക്കുല എന്ന കവിത കർഷക തൊഴിലാളികളായ അടിയാളരുടെ തീരാത്ത വേദനകൾ ചിത്രീകരിക്കുന്നു. ഏറെ പ്രിയത്തോടെ നട്ടുവളർത്തിയ വാഴയുടെ കുല ജന്മി കവർന്നുകൊണ്ടുപോകുന്ന അവസ്ഥയിൽ മക്കളുടെ നിരാശയ്ക്ക് മേൽ നിസ്സഹായതയോടെ നിൽക്കുന്ന പണിയാളർ. ജന്മി കുടിയാൻ വ്യവസ്ഥിതിയിൽ മേലാളരുടെ ആജ്ഞയ്ക്ക് പുറത്തേക്ക് ചലിക്കാൻ അവരുടെ ജീവിതത്തിന് ശേഷിയില്ല. അവശന്മാരാർത്തന്മാർ, ആലംബഹീനന്മാർ, അവരുടെ സങ്കടം ആരറിയാൻ എന്ന് പരിതപിക്കുകയും ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിതരെ നിങ്ങൾ തൻ പിന്മുറക്കാർ എന്ന് ആശ്വസിക്കുകയും ചെയ്യുന്നു ചങ്ങമ്പുഴ. വൈലോപ്പള്ളി ശ്രീധരമേനോന്റെ പടയാളികളെന്ന കവിത കർഷക തൊഴിലാളികളെ പടയാളികളെന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. കാരണം ലോകം സ്വസ്ഥമായി ഉറങ്ങുന്ന നേരത്ത് പ്രകൃതിയോട് പോരാടുന്നവരാണ് അവർ. അദ്ദേഹത്തിൻ്റെ കന്നിക്കൊയ്ത്തെന്ന കവിതയിൽ കൊയ്ത്തുപാടത്തെ നിത്യവും ജീവിതം വിതയേറ്റി മൃത്യുകൊയ്യും വിശാലമാം പാടമായി കാണുന്നു. എല്ലാ സങ്കടങ്ങൾക്കുമപ്പുറം പ്രതീക്ഷയുടെ ഇത്തിരി വിത്ത് പത്തിരട്ടിയായി പൊൻവിളയിക്കാൻ കാത്തുവയ്ക്കുന്നവരാണ് മനുഷ്യർ. അഴകായി വിളയും മുത്തുകളുമായി കരിമുകിൽ പോലെ തരിശുനിലങ്ങളിലേക്ക് വരുന്ന കർഷകരെ തിരുനെല്ലൂർ കരുണാകരൻ അവതരിപ്പിക്കുന്നു. അധ്വാനിക്കുന്ന ജനവിഭാഗത്തിൻ്റെ ദുരിതങ്ങളും അവർ നേരിടുന്ന അടിച്ചമർത്തലുകളും തനത് രൂപത്തിൽ കവിതയിൽ ആവിഷ്കരിക്കുന്നു. ഇടശ്ശേരി പുത്തൻകലവും അരിവാളും എന്ന കവിതയിൽ വിത്തിനു വച്ചതു തീർന്നേ പോയി, തൻ്റെ കൊറ്റിനു വച്ചതും തീർന്നേ പോയി എന്ന് പരിതപിക്കുന്നു. ONV കുറുപ്പിൻ്റെ ഒരു തൈ നടുമ്പോൾ എന്ന കവിത എല്ലാ കൃഷിയും നാളേക്കുള്ള കരുതലാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. തണലും കരുത്തും സ്വാദും പ്രതിഷേധവുമാകുന്ന കൃഷിയെ കവി മഹത്വപ്പെടുത്തുന്നു. അദ്ദേഹത്തിൻ്റെ കോതമ്പുമണികൾ ഉത്തരേന്ത്യൻ പശ്ചാത്തലത്തിലുള്ള കൃഷിയുടെ സൂചനയാണ്. മേലാളരുടെ ചൂഷണത്തിനിരയാകുന്ന തൊഴിലാളികളെ, അവരുടെ പെൺമക്കളെ, അവരുടെ കരിഞ്ഞുപോകുന്ന സ്വപ്നങ്ങളെ കവിതയിൽ കാണാൻ കഴിയുന്നു. സുഗതകുമാരിയുടെ ഒരു തൈ നടാമെന്ന കവിത പ്രകൃതിക്കും എല്ലാ ജീവജാലങ്ങൾക്കുമായി മരങ്ങൾ നട്ടുവളർത്തണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ മക്കളും കിളികളും വ്യത്യസ്തരല്ല എന്ന് എഴുത്തുകാരി ചിന്തിക്കുന്നു. നാളകളെ മനോഹരമാക്കാൻ പ്രകൃതി സംരക്ഷണം ഉത്തമ മാർഗമാണെന്ന് നമ്മെ ചിന്തിപ്പിക്കുന്നു. മലയാള കവിത എന്നും പ്രകൃതിപക്ഷത്താണ്, അധ്വാനിക്കുന്നവർക്കൊപ്പമാണ്. കൃഷിയിലൂടെ നേടുന്ന വിജയം നാടിൻ്റെ ശോഭനമായ ഭാവിയാണെന്ന സത്യം ശരിയായി മനസ്സിലാക്കിയവരാണ് നമ്മുടെ കവികൾ. മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര. മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50-നും